നമ്മളിപ്പോൾ താമസിക്കുന്ന തമിഴിൽ നിന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ തടം നോക്കി അങ്ങനെ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള മരത്തിൻ്റെ കൊത്തുപണികളും ഭയങ്കര എന്താ പറയുക ഒരു കൊട്ടാരത്തിലെ പ്രൗഢിയുള്ള കുറേ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട് കാണാം. നമുക്ക് ലൈറ്റ്സൊക്കെ കണ്ട അടിപൊളി. പിന്നെ കൊത്തുപണികൾ കണ്ട ഡ്രാഗൻ്റെ ഒക്കെ ഒരു വർക്ക് അടിപൊളിയായിട്ട്. ഇത് ദർബാർ കോംപ്ലക്സ് ഉണ്ട്. ഇത് കാണുന്നതാണ് നേപ്പാൾ ഫ്ലാഗ് കാണാൻ പറ്റും. ലൈറ്റ്സും കാര്യങ്ങളും ഈ വഴിക്കാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇത് ഇവിടെ കണ്ട നല്ലൊരു മിററുണ്ട്. വലിയൊരു കോണിൽ കൂടി നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് എത്തണം. ഇവിടെ കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള സംഗതികളാട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കടന്നിട്ടുണ്ട്. 1768 आ गए नेपाल इंडिविजुअल की नवा करता था। हर एक राज्य में एक राजा एक अलग पासवर्ड करता था। ये सब छोटे राज्य पर आक्रमण करके गोरखा के राजा ने नेपाल निर्माण किया। तब जाके नेपाल राज्य हुआ, काठमांडू राजधानी हुआ। तो उस दौरान जब गोरखा के राजा ने सब छोटे राज्य में आक्रमण करते हुए वो राजा का एक पर्सनल गन था पूरी साथ में ना और हम लोग ദർബാറിൻ്റെ സ്ക്വയറിൻ്റെ അകത്ത് കുറേ സംഗതികളുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ച അവരുടെ ആയുധങ്ങൾ, തോക്കുകൾ इंडिया में अपना अधीन लिया था। नेपाल में भी अपना अधीन जमाना चाहते थे लेकिन वो सक्सेसफुल नहीं हुआ। लेकिन 1815 में एक सुगोली सर से अचानक ट्रीटी हुआ कि हम आपके साथ अभी नहीं करेंगे। लेकिन आप ഇതൊക്കെ ഇവിടുത്തെ നേപ്പാളിലെ പഴയ രാജാക്കന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇവിടെ ഇംഗ്ലീഷിലും പിന്നെ നേപ്പാളി ഭാഷയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ പഴയ രാജാക്കന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടോ. അടിപൊളിയുണ്ട്. ദർബാർ സ്ക്വയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടോ നമുക്ക്? ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ തെരുവ് കച്ചവടം പോലെ ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. നല്ല സൂപ്പർ വ്യൂ ആട്ടോ അവിടെ കാണാൻ. ദർബാർ സ്ക്വയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലം. കുറേ കാണാണ്ട് നോക്കി. ഇത് നമ്മുടെ യോധ പടത്തിൽ മറ്റേ മോഹൻലാലിൻ്റെ കുറേ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെയൊക്കെ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതന്നെ വലിയൊരു കാര്യം. टिकट दीजिए टिकट। वो वाला नहीं, दूसरा वो ये वाला है ना। അവിടെ നമ്മുടെ ടിക്കറ്റ് മേടിച്ചു കിട്ടാം. ഇതിന് മൊത്തം 500 നേപ്പാളി വരുന്ന കേട്ടോ. കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ EBC പോയ സമയത്ത് അവിടെ ഡെങ്കു ചെറിയൊരു മൊണാസ്ട്രിയുടെ ആകെ അങ്ങനെയാട്ടോ. ഇത് വേണ്ട ഇതൊക്കെ ഒരു റിസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ളതാണ്. ടവേഴ്സൊക്കെ ദർബാർ സ്ക്വയർ ഓഫ് കാഠ്മണ്ഡു നേപ്പാൾ റിസ്റ്റോറേഷൻ പ്രോജക്റ്റ് അവർ എല്ലാം റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കണ്ട ഇതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട അടിപൊളിയായിട്ട്.
അടിപൊളിയാണ്. ഇതൊക്കെ അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. എന്തായാലും ദർബാർ സ്ക്വയർ അടിപൊളിയാട്ടോ. ഇതൊക്കെ ദർബാർ സ്ക്വയറിൻ്റെ അകത്ത് ഓരോരോ കെട്ടിടങ്ങളാട്ടോ. അടുത്തടുത്തുള്ള ഓരോ സ്ഥലങ്ങളാണ് കണ്ടോ. അവരുടെ സിംഹാസനത്തിൻ്റെ കേട്ടോ. ഇതൊരു മ്യൂസിയം ഷോപ്പാട്ടോ. Is exit this way? ഈ ദർബാർ സ്ക്വയറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 500 നേപ്പാളി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ.